പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയൊരു ലീക്ക് ഉണ്ട് ഉണ്ടോ. അത് കസ്റ്റമറിന് എന്ത് പറയുന്നത് എടുത്തില്ല. നമ്മുടെ പ്രതീക്ഷകളൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് KFC ഓർഡർ റെഡി ആയിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ടാ, അല്ലെങ്കിൽ ഇവിടെ 10-15 മിനിറ്റ് വെറുതെ കണ്ടവരും. അപ്പോൾ ഇപ്പോഴത്തെ മച്ചന്മാരെ നമ്മൾ കുറേ നാളിന് ശേഷം സൊമാറ്റോനൊരു ഡെലിവറി വീഡിയോ ചെയ്യുകയാണ്. ഇന്നൊരു ഉച്ചയോടുകൂടിയാണ് എടുത്തിരിക്കുന്നത്. നല്ല ചൂടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല കാഴ്ചകൾ കാണാം. ആദ്യമായിട്ട് ഓർഡർ ഇട്ടിരിക്കുന്നത് ക്വാളിറ്റി എയർപോർട്ട് ഹോട്ടലിൽ നിന്നാണ്. ഒരു ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് കാണാം. ഒരു ബീഫ് ബിരിയാണിയാണ് ഓർഡർ കേട്ടോ. ആദ്യം ഓർഡറായിട്ടുള്ള ബീഫ് ബിരിയാണി കാഞ്ഞൂർ കാണ്ടി ഭാഗത്തേക്കാണ് നമുക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും വെയിലാണ്, നല്ല വെയിലാണ്, നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്കിനി പണം വഴിക്കാൻ എന്തെങ്കിലും കാണിക്കാം, അല്ലെങ്കിൽ നേരെ ഓർഡർ കിട്ടിയിട്ട് ഓർഡർ കൊടുത്തിട്ട് നമുക്ക് കളിക്കാം. നല്ല ചൂടാണ് മുഖം, അല്ലെങ്കിൽ തന്നെ കരിവാളി ചെയ്യണം. ഈ സാധനം കൂടെ ഒന്ന് ഇട്ട് കൂടുതൽ കരിവാളിക്കാതിരിക്കാം. നല്ല വെയിലാട്ടോ, രക്ഷയില്ല. 2 മണിയൊക്കെ ഉച്ചയോടെയും ചൂട് കൂടും. അപ്പോൾ ഓക്കെ, നമുക്ക് കസ്റ്റമറിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഓർഡർ നമ്മൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. ഇതൊരു റിസോർട്ടാണ്, ഒരു വില്ലേജ് റിസോർട്ട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഒരു ക്വാളിറ്റി ഹോട്ടലിൽ നിന്ന് നേരെ നമ്മൾ ഇടശ്ശേരിയുടെ വില്ലേജ് റിസോർട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ പോകുന്ന വഴി കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഒരു റൺവേയുടെ ഒക്കെ ഇതിലാണ് വന്നത്. അപ്പോൾ പോകുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു കാഴ്ചകൾ കാണിച്ചു തരാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റൺവേയുടെ ഒരു ഭാഗം, അറ്റം. അപ്പോൾ നമ്മളിതിൻ്റെ സൈഡിൽ കൂടെ ആയിരിക്കും പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഭാഗത്തു നിന്നല്ല, കുറച്ചുകൂടി അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ ഒരു പ്രസക്തി ആർജിച്ച ഒരു സ്ഥലമുണ്ട്, ഒരു കല്ലുംകൂട്ടം എന്ന് പറയുന്ന സ്ഥലം. അവിടെ കുറച്ച് റെസ്റ്റോറൻറ്റുകൾ അതുപോലെ തട്ടുകടകളൊക്കെ ഉണ്ട്. നല്ല ഫേമസ് സ്ഥലമാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹൈറ്റിൽ വിമാനം പൊങ്ങി പോകണം, താഴണം കാണാൻ പറ്റും. മറ്റുള്ളിടത്തൊക്കെ നമ്മൾ താഴെയായിരിക്കും നിൽക്കുക. അപ്പോൾ ആ ഒരു പ്രത്യേകതകളുണ്ട് ഈ സ്ഥലത്തിൽ. നല്ല രസമാണ് കാണാൻ. ഞാൻ ഈ പോകുന്ന വഴിയിൽ വല്ല വിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം. അല്ലെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് റഡാർ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പ്ലെയിൻ സ്പോട്ടിന് വന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഫ്ലൈറ്റ് റഡാർ എൻ്റെ ആപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ ഇങ്ങനെ വല്ല വിമാനം വന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നേരെ പോവാം. ഈ ഫ്ലൈറ്റ് റഡാർ നോക്കിയപ്പോഴേ ഇപ്പോൾ ഒരെണ്ണം ഇറങ്ങാൻ വേണ്ടി അതൊന്ന് വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ എന്തായാലും അതും കൂടി ഒന്ന് സ്പോട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ പോവാം. എന്തായാലും ഇപ്പോൾ സോണിലാണ് നിൽക്കണത്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് അതിന് മുമ്പ് ഒരു ഓർഡർ അടിക്കുമെന്ന് സംശയമാണ്. എന്തായാലും ഇപ്പോൾ ഒരെണ്ണം ഉണ്ട്, അത് നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ പോവാം. ഏകദേശം അടുത്ത് എത്താറായിട്ട് ഒരെണ്ണം അതുപോലെ തന്നെ പൊങ്ങാൻ വേണ്ടി നിൽക്കണമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങണത് ആദ്യം കാണാം. അല്ലെങ്കിൽ ഏതാദ്യം എന്ന് വെച്ചാൽ അത് കണ്ടിട്ട് നമുക്ക് വേഗം പോവാം. ഇത് വരണം ഉണ്ടോ. ഈ ഇടതുവശത്ത് കാണുന്നതാണ് റൺവേ. അതിൻ്റെ മതിലുകളും ഫെൻസിങ്ങും ഒക്കെയാണ് കാണുന്നത്. നമുക്കിനി അങ്കമാലിക്ക് പോകാൻ, അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് ഓർഡർ ഒന്നും അടിക്കാൻ വഴിയില്ല. നേരെ അങ്കമാലിക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കടകളുണ്ട്. അപ്പോൾ നേരെ അങ്കമാലി. ഇവിടുത്തെ സ്ഥലക്കാരാണ് ഓർഡർ ഇട്ടിരിക്കുന്നത്. ചിക്കൻ ദം ബിരിയാണി ഫുള്ളാണ് ഓർഡർ. എന്തായാലും 4 രൂപ നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓട്ടത്തിന് ചൂടിൻ്റെ. അപ്പോൾ ഞാൻ കസ്റ്റമറുടെ തീർന്നിട്ട് വിളിക്കാം. കാരണം ഇവിടെ നല്ല തിരക്കാണ്. ബൈക്ക് മാറ്റില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആളുകൾക്ക് പാർക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യേണ്ട സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിന് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ എന്തായാലും ഡെലിവറി ചെയ്തിട്ട് വരാം. ഓർഡർ നമ്മൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി നമുക്ക് ആ ഓർഡറിൽ കിട്ടുന്നത് 27 രൂപയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഓർഡർ കൂടെ പറഞ്ഞ് അടിച്ചിട്ടുണ്ട് ചാർക്കോളിൽ നിന്ന്. അതായത് ടെൽക്ക കഴിഞ്ഞാൽ കുറച്ചുകൂടി വേണം അവിടേക്ക്. അപ്പോൾ ഈ നേരെ ചാർക്കോൾ അവിടെ നിന്ന് 92 രൂപ 7 പൈസയുടെ ഒരു ഓർഡറാണ് നമുക്ക് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ പറയാം. ഓക്കെ, ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ചാർക്കോളിൽ നിന്നാണ് നമ്മൾ ഫുഡ് എടുക്കേണ്ടത്. ഒരു ഫുൾ അൽഫാം മന്തിയും ഒരു ഹാഫ് അൽഫാം മന്തിയും മയണൈസൊക്കെയാണ് നമ്മുടെ ലിസ്റ്റിലുള്ളത്. ഇത് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ മൂക്കന്നൂർ ഫിഷ് ആൻഡ് എഞ്ചിനീയറിംഗ് കോളേജിലേക്കാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് റെഡി ആയിട്ടുണ്ട്, അതിനകത്ത് എടുക്കാൻ പോവാം. രണ്ടെണ്ണം ഉണ്ട്, ഒരു ഫുൾ ഒരു ഹാഫ്. ഓക്കെ, അപ്പോൾ ഇത് നേരെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കോളേജിൽ നമ്മൾ
നമ്മളിപ്പോൾ ഈ ഫിസാഡിൻ്റെ ഫ്രണ്ടിലെത്തി. ഡെലിവറി ചെയ്യുന്നത് ഈ ഗേറ്റിലാണ്. അങ്ങോട്ട് കടന്നൊന്നും പോകാൻ പറ്റില്ല. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫുഡ് ഓർഡർ ചെയ്യും. ഇവിടെ ഹോസ്റ്റലൊക്കെ വരുന്ന ഇച്ചിരി ഒരു 1/2 കിലോമീറ്റർ മാറിയ. അപ്പോൾ അവിടെ നിന്ന് നടന്ന് വന്ന് വാങ്ങുന്നൊരു സമയം നമ്മുടെ നഷ്ടപ്പെടും. നമ്മുടെ ഈ പീക്ക് ടൈമിൽ ആ ഒരു സമയം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. വിളിച്ചിട്ട് ഏകദേശം 5 മിനിറ്റ് കൂടുതലായി ഞാൻ വിളിച്ചിട്ട്. അവർ വരട്ടെ, നോക്കിയിരിക്കാം. അപ്പോൾ നമ്മൾ ഫിസാഡിലെ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. 12.7 കിലോമീറ്റർ ആയിരുന്നു നമ്മൾ ഈ ഒരു ഓർഡർ എടുത്ത് കൊടുക്കുന്നതിനുള്ള ദൂരം എന്ന് പറയുന്നത്. 107 രൂപയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയത്. ഇനി നമ്മളിവിടുന്ന് ഏകദേശം 6-6.5 കിലോമീറ്റർ വേണം അങ്കമാലി എത്താൻ. ഒരു 5 കിലോമീറ്റർ എന്ന് കഴിഞ്ഞാൽ സോണിലേക്കും പോകണം. 4 കിലോമീറ്റർ 5 കിലോമീറ്ററിന് അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് വിട്ടടിയും. കാരണം 1-1.5 ആവാറായ സമയം. നമ്മുടെ അരമണിക്കൂർ കൂടെ ഉള്ളൂ നമുക്ക് ഈ പീക്ക് ടൈമിലൊക്കെ. അപ്പോൾ നമുക്ക് വിട്ടടിയാം. ഇവിടെ നേരെ പോയിട്ട് അടുത്ത ഓർഡർ കൂടി എടുത്തു കഴിഞ്ഞാൽ ഒരു മാതിരി ഇപ്പോൾ 200 രൂപയുടെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വേഗം വീണ്ടും സോണിലേക്ക് പോകാം. അപ്പോൾ വെച്ചാൽ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഈ ഞാലുക്കര ഭാഗത്ത് എത്തിയപ്പോഴാണ് അടി ചെയ്യണത്. നമുക്ക് 61 രൂപയുടെ ഓർഡർ പ്ലസ് 7 രൂപ ഈ ചൂടിൻ്റെയും പിന്നെ കസ്റ്റമർ ഒരു 10 രൂപയും കൂടി നമുക്ക് ടിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്ര രൂപയുടെ ഓർഡറാണ്. നമുക്ക് നേരെ KFCയിൽ ചെന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ വെച്ചാൽ നമ്മളത് KFCയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഫുഡൊന്നും റെഡി ആയിട്ടുണ്ടാവില്ല, എന്നാലും അവർ റെഡി കൊടുക്കും. നമ്മളിതിനെക്കുറിച്ച് മുമ്പ് വീഡിയോ ചെയ്തേക്കണം. എന്തായാലും നമുക്ക് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കുന്നുണ്ടോ നമ്മുടെ പ്രതീക്ഷകളൊക്കെ മാറ്റി കുറച്ചുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് KFC ഇത് ഓർഡർ റെഡി ആയിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ടോ, അല്ലെങ്കിൽ ഇവിടെ 10-15 മിനിറ്റ് വെറുതെ കണ്ടവരും. അപ്പോൾ ഇപ്പോഴത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് എയർപോർട്ടിൻ്റെ അവിടേക്ക് നമുക്ക് വീണ്ടും പോകണം. എയർ സ്യൂട്ട് എന്ന് പറഞ്ഞ ഹോട്ടലാണ് ഫസ്റ്റ് ഫ്ലോറിലായിട്ട്. അപ്പോൾ നമുക്ക് നേരെ വിട്ടടിക്കാം. നല്ല ചൂടുണ്ട്. അവിടെ ലൊക്കേഷനിൽ നിന്നുണ്ട്. ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഫുഡ് ഡെലിവറി ചെയ്യേണ്ട ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽസ് അവർ തന്നേക്കണത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് തന്നിട്ടുള്ളൂ. പക്ഷേ റൂം നമ്പർ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് കസ്റ്റമറൊന്ന് വിളിച്ചു പോകാം. കസ്റ്റമർ താഴത്തേക്ക് വരാമെന്ന് പറഞ്ഞു. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ചില കസ്റ്റമറുകൾ അങ്ങനെ ചെയ്യും, താഴത്തേക്ക് വന്നുള്ളൂ. നമ്മളിപ്പോൾ മുകളിലേക്ക് കയറി പോകേണ്ട ആവശ്യമില്ല. എന്തായാലും ഈ ഹോട്ടലിൽ നിന്ന് അടിപൊളി ലൊക്കേഷൻ ഉണ്ടാകും. എൻ്റെ അപ്പുറത്ത് നേരെ അപ്പുറത്ത് ആ ഭാഗത്തായിട്ടാണ് എയർപോർട്ട് വരുന്നത്. അപ്പോൾ ഞാനിവിടെ നിന്ന് പോകുമ്പോൾ അതിൽ പോവാം. അപ്പോൾ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. അടിപൊളിയാണ്. അപ്പോൾ കസ്റ്റമർ വന്നു, സാധനം കൊണ്ടുപോയി. നമുക്ക് 9 കിലോമീറ്ററാണ് ഈ ഒരു ഓർഡറിന് വേണ്ടി നമ്മൾ ഓടിയിരിക്കുന്നത്. അതുമാത്രമല്ല 84 രൂപ ടിപ്പടക്കം 84 രൂപയാണ് നമുക്ക് ഈ ഓർഡറിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി സമയം കളയാതെ തന്നെ നേരെ എയർപോർട്ട് വഴി ആ വഴിക്കൊന്ന് ചുറ്റി കറങ്ങാം. അപ്പോൾ അവിടെ 2-3 ഹോട്ടലുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ വീണ്ടും അങ്കമാലിക്ക് നമ്മൾ പോകും. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഇവിടെ നിന്നൊരു നല്ല വ്യൂ വരുന്നൊരു ഭാഗമൊക്കെ ഉണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ നേരെ ഈ അടുത്ത ഓർഡർ എടുക്കുമ്പോൾ നമ്മുടെ ഈ ഫുഡ് ഡെലിവറി യാത്രയിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ കാണാനുണ്ടാവും. നമ്മുടെ ഈ ഒരു വ്ലോഗ് ചെയ്യുമ്പോൾ ഡെലിവറി ചെയ്യുന്നതിനപ്പുറം ഇങ്ങനെയുള്ള കാഴ്ചകളും കൂടിയാണ് നമുക്ക് ഈ ഒരു മടുപ്പ് ഇല്ലാതാക്കുന്നത്. ഇവിടെ നല്ല ഉണ്ടാവും. നമുക്ക് റെയിൽവേ പാളമാണ്. അതിനപ്പുറം അവിടുത്തെ കാണുന്നതാണ് നമ്മുടെ എയർപോർട്ട്. ഇവിടെ ഇതിൻ്റെയൊക്കെ കുറേ സ്ഥലങ്ങളും ഗോൾഫ് ക്ലബ്ബ് ആ ഭാഗങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് വരുന്ന ആ റോഡാണ് ആ കാണുന്നത്. ഇവിടെ രാത്രി വരുമ്പോൾ വേറൊരു വൈബാണ്. നല്ല ലൈറ്റൊക്കെ അടിച്ച് നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ അനുഭവങ്ങളാണ് ഈ ഡെലിവറി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് മടുക്കാതിരിക്കുന്ന കാഴ്ചകൾ. പല പല ആളുകൾ കാണുമ്പോഴുള്ള അവരുടെ നല്ല രീതിയിലുള്ള ഇടപെടലുകളുണ്ട്, പിന്നെ മോശമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം. അങ്കമാലി ഭാഗത്തേക്ക് പോവാം. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വെച്ച് വന്നതാണ്. അപ്പോൾ ഇവിടെ അങ്കമാലിൻ്റെ അൽത്താസയിൽ നിന്നൊരു ഓർഡർ അടിച്ചിട്ടുണ്ട് 66 രൂപയുടെ. അപ്പോൾ നമുക്ക് എന്തായാലും കടയിൽ ചെല്ലാം. ആ പരിസരത്ത് അങ്ങനെ ചായ കിട്ടുന്ന സ്ഥലങ്ങളൊന്നുമില്ല. എന്തായാലും നമുക്ക് ഓർഡർ എടുക്കാം, ബാക്കി കാര്യങ്ങൾ പിന്നെ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് റെഡി ആകാൻ വേണ്ടി ഏകദേശം 4 മിനിറ്റ് എടുക്കുമെന്നാണ് പറയണത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇവിടെ അടുത്തുനിന്നൊരു ചായക്കടയില്ല, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കായിരുന്നു. നല്ല തോതിൽ വിശപ്പ് വരുന്നുണ്ട്. രാവിലെ ഏകദേശം ഒരു 10 മണിയായപ്പോഴാണ് ഭക്ഷണം കഴിച്ചത്. ഇപ്പോൾ ഏകദേശം 2 മണിയാവും. 2 മണിയല്ല, 2:15. ഇടയ്ക്ക് നിർത്തി ഒരു ചായ കുടിക്കാൻ പറ്റില്ല. ചായ കുടിക്കാത്തപ്പോഴാണ് ഈ ഓർഡർ എടുത്തത്. പിന്നെ അങ്ങോട്ട് നീങ്ങിച്ചിരി ഒരു കടയുണ്ട്, പക്ഷേ അവിടേക്ക് പോയിട്ട് വരുന്നെങ്കിൽ ഇവിടെ ഓർഡർ റെഡി ആവും. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഫോൺ വഴി എങ്ങാനും കഴിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഫുഡ് റെഡി ആവണ അവിടെ നിൽക്കാം. ഇവിടെ ഫുഡ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ തുറവൂർ ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ മച്ചന്മാരെ നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഷവർമ റോളാണ്. നമുക്ക് ഇവിടുന്ന് ഏകദേശം 8.2 കിലോമീറ്ററാണ് ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള സ്ഥലം എന്ന് പറയുന്നത്. അതായത് തുറവൂർ ഭാരതറാണി ചർച്ച് എന്ന് പറയുന്നൊരു സ്ഥലത്ത്, അതിൻ്റെ തൊട്ടടുത്താണ് ആനപ്പാറ. അപ്പോൾ നമുക്ക് പോവാം.
ഇവിടെ നിന്ന് കുറച്ച് പോയിട്ട് പെട്ടെന്ന് വേഗം തിരിച്ച് വരാം. ഒരു ഓർഡർ കൂടി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 മണി വരെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2-3 ലാസ്റ്റ് ഗിഗാണ് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ടൊരു 10-15 മിനിറ്റ് അരമണിക്കൂറുകൾ വന്നു കഴിഞ്ഞാൽ ഓർഡർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ലാഭമായിരിക്കും. ഓക്കെ, അപ്പോൾ മിച്ചമാരെ നമ്മൾ ആ ഓർഡറും കൂടി ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് 9 കിലോമീറ്ററാണ് ലെങ്ത് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ 24 മിനിറ്റാണ് അതിന് വേണ്ടി എടുത്തത്. അതുമാത്രമല്ല 66 രൂപ നമുക്ക് ഓർഡറിൻ്റെ ഏണിങ്സ് കിട്ടി. കൂടാതെ ലോങ് ഡിസ്റ്റൻസിൻ്റെ ഒരു 5 രൂപയും കൂടി നമുക്ക് അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഇനിയൊരു 10-15 മിനിറ്റ് കൂടെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഗിഗ് തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്കമാലി ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ സോണിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓരോടെ കിട്ടിക്കഴിഞ്ഞാൽ അത് ബെനിഫിറ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാതെ നേരെ അങ്കമാലിക്ക് വിടാം. ഓ, വിശന്നിട്ടാണെങ്കിൽ രക്ഷയില്ല. എന്തായാലും ദാഹമുണ്ട്, നല്ല ചൂടും. അപ്പോൾ ഇവിടെ നിന്നൊരു കണ്ണൂർ കോക്ടെയിൽ എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ചരിത്രം കയറി കാണാം. അപ്പോൾ എന്തായാലും അതൊന്ന് കഴിച്ചു കൂടാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഗിഗ് കഴിയാൻ വഴി ഉണ്ട്. അപ്പോൾ അവിടെ സംഭവമാണ് പായടൊന്നുമില്ലല്ലോ. നമ്മൾ ജ്യൂസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഓർഡർ അടിച്ചിട്ടുണ്ട്. റഫ മാഞ്ഞാലി ബിരിയാണി എന്നാണ് 33 രൂപയുടെ 3.7 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് കാണിക്കാൻ. ഓ, എന്തായാലും നമുക്ക് പോയി നോക്കാം. ആ തണുപ്പ് കഴിച്ചാനേ നെഞ്ചിലെന്താ പോലെ. ഓക്കെ, നമുക്ക് ഇനി റഫ മാഞ്ഞാലി ബിരിയാണിയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോഴേക്കും ഫുഡ് റെഡി ആയിരുന്നു. ഒരു ചിക്കൻ ബിരിയാണി, അതുപോലെ തന്നെ ഒരു ബീഫ് ബിരിയാണിയാണ്. ഞാനൊന്ന് പെട്ടിയിലേക്ക് ആക്കട്ടെ കേട്ടോ. ഡെലിവറി പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ലോഡ് കൃഷ്ണയിലാണ്. ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇതുകൂടി കഴിഞ്ഞ് നമ്മുടെ ഗിഗ് കഴിയും. അപ്പോൾ ഓക്കെ, ഞങ്ങൾക്ക് ഡെലിവറി ചെയ്യുമ്പോൾ ഈ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. 508-ാമത്തെ നമ്പർ റൂം. നമ്മുടെ അവസാനത്തെ ഓർഡറാണത്. ഇതോടുകൂടി നമ്മുടെ ഗിഗ് കഴിയും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയൊരു ലീക്ക് ഉണ്ട് ഉണ്ടോ. അത് കസ്റ്റമറിന് എന്ത് പറയുന്നൊരു പിടുത്തമില്ല. അപ്പോൾ നമ്മുടെ 508-ാമത്തെ റൂം നമ്പറിലാണ്. സ്ഥിരം കസ്റ്റമറാണ് നമ്മുടെ. എന്തായിരിക്കും ചിലപ്പോൾ പറയണേ എന്നൊരു പിടുത്തമില്ല. നോക്കാം. ഈ പാക്കിങ് എത്ര സുമാറില്ലാത്തതാണ് കണ്ടെയ്നറ്. അപ്പോൾ അതുകൊണ്ട് ലീക്കാണ്. നമുക്ക് എന്തായാലും കസ്റ്റമർ എന്താ പറഞ്ഞു നോക്കാം. നമ്മളെന്തായാലും കസ്റ്റമറുടെ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ട്. കസ്റ്റമർക്ക് അങ്ങനെ ഇത്രയും ഇഷ്ടപ്പെട്ടില്ല. മുഖമൊക്കെ മാറിയിരുന്നു. എന്തായാലും നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളതവിടെ വെച്ചിട്ട് വേറെ ഒന്നും ചെയ്യണില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഗിഗ് കഴിഞ്ഞു. അപ്പോൾ നീ നമുക്ക് മൊത്തം 398 രൂപയാണ് 11 മണി to 3 മണി വരെ കൂടിയിട്ട് കിട്ടിയത്. ഈ വൈകുന്നേരത്തേക്കാണ് എടുത്തത്. അതിൻ്റെ വീഡിയോ എന്തായാലും ചെയ്യില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. എന്തായാലും കമൻറ്റുകളൊക്കെ ഇട്ടുക. ഈ ഫുഡ് ലീക്കായതുകൊണ്ട് ചെറിയൊരു വിഷമമുണ്ട്, ഒരു ബുദ്ധിമുട്ട് എന്തുകൊള്ളില്ല. എന്തായാലും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.